എന്തായാലും സ്വയം കുഴിച്ച കുഴിയിൽ അദ്ദേഹം നിന്ന് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം ഏതാണ്ട് തീരുമാനമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, കോടതിയുടെ അന്വേഷണം കഴിയട്ടെ, നമുക്ക് ആലോചിക്കാം. അത് കോടതിയുടെ അന്വേഷണം കഴിയട്ടെ. കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതുകൊണ്ട് ഏത് ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത് എന്നൊക്കെ കോടതിക്കല്ലേ. ഞങ്ങളെന്തായാലും ഈ പൂജാവേള കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് ബഹുമാനപ്പെട്ട കോടതിയോട് ആവശ്യപ്പെടും. ഉറപ്പായിട്ടുമുണ്ട്. കാരണം അല്ലെങ്കിൽ അയാളുടെ കൈവരിച്ചിരിക്കുന്ന ഒരു സാധനം ദേവസ്വം ബോർഡിൻ്റെ ഉണ്ടെന്ന് എന്തിനാണ് കള്ളം പറയുന്നത്? ആഗോള അയ്യപ്പ സംഗമത്തിന് 6 ദിവസം മുമ്പാണ്. അപ്പോൾ അതിൽ ആസൂത്രണമുണ്ട്, ഒരു സംശയമില്ല. ഉണ്ണികൃഷ്ണൻ കോറ്റിയെക്കുറിച്ചൊന്നും ഇപ്പോൾ ആരും മിണ്ടുന്നില്ലല്ലോ. അതൊക്കെ നമുക്ക് തന്നെ അറിയാമല്ലോ. ആരാണോ ഈ ആഗോള അയ്യപ്പ സംഗമം പൊളിയണമെന്ന് ആഗ്രഹിച്ചത്, ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ചത്, അവരായിരിക്കും അതിൻ്റെ പിന്നിൽ. അപ്പോൾ സ്വാഭാവികമായും അത്തരം ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കുന്നു. അദ്ദേഹം തന്നെ കുഴിയിൽ തന്നെ വീഴുകയാണ്. തീർച്ചയായിട്ടും അത് നല്ല അന്വേഷണത്തിലേക്ക് പോകും. അദ്ദേഹത്തിന് വിനയായി മാറുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ശബരിമലയിലുള്ള പലരും വഴിപാട് ഇതുപോലെ നൽകിയ സ്വർണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ ഒരു പുനഃപരിശോധന ആവശ്യമായി വരും. അല്ല, ശബരിമലയിൽ നൽകിയ കാര്യങ്ങൾ പുനഃപരിശോധന വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഞാൻ പറയട്ടെ, ഇപ്പോൾ ശബരിമല മാത്രമല്ലല്ലോ, എല്ലാ അമ്പലങ്ങളും, ഇന്ത്യയിലുള്ള എല്ലാ അമ്പലങ്ങളും ഇതുപോലെ ഒരു കാര്യങ്ങൾ ഭക്തർ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ പേരിൽ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നു എന്ന് പറയുന്നത് അതാണ്. കാരണം കോടതിയിൽ സമർപ്പിക്കുന്ന രേഖയുടെ അടിസ്ഥാനത്തിലാണ് കോടതിക്ക് ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, 18 സ്ട്രോങ് റൂമിലും കൃത്യമായ രേഖകളുണ്ട്. അത് കോടതിയെ ബോധിപ്പിക്കുന്നതിൽ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി. അല്ല, അത് സ്വാഭാവികമായും വിജിലൻസ് ഓഫീസർക്ക് അദ്ദേഹത്തെ ഏർപ്പെടുത്തിയ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഈ ഗോൾഡ് മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ അത് കൃത്യമായി മിനിറ്റ്സാക്കി കോടതിയെ ധരിപ്പിക്കണമെന്ന് ഞങ്ങളുടെ തിരുവാഭരണം കമ്മീഷണർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. അതവർ നടപ്പിലാക്കുന്നതിൽ ഇത് വന്നു. അപ്പോൾ അതാണ് പ്രശ്നം. പിന്നെ ഡിജിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ബോർഡ് വന്ന അതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ ഞങ്ങൾ സമ്പൂർണ്ണ ഡിജിറ്റൈസേഷൻ പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ കാര്യങ്ങൾ നടന്നു വരുന്നു. NIC-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഉദ്ഘാടനം ഒരാഴ്ച മുമ്പ് കൊട്ടാരക്കരയിൽ നിർവഹിച്ചു. ആ സോഫ്റ്റ്വെയറിൽ ഇതിനൊരു മൊഡ്യൂളുണ്ട്. ഈ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട ഡിജിറ്റൈസേഷൻ്റെ ഒരു മൊഡ്യൂളുണ്ട്. അത് ഞങ്ങൾ കോടതിയെ അറിയിക്കും. ഏത് കാര്യമാണ് പറയുന്നത്? 2019 കാര്യമാണ്. അല്ല, 2019 കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ബോർഡ് തീരുമാനം സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൊടുത്തുവിടാനായിരുന്നില്ല. കൃത്യമാണ്, ഞാനത് പരിശോധിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലും ഉത്തരവാദിത്വത്തിലും തിരുവാഭരണം കമ്മീഷണറുടെ നേതൃത്വത്തിൽ ശാസ്ത്രവിധി പ്രകാരം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോയപ്പോൾ ചില പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒരു കാരണവശാലും അത് കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വരട്ടെ, അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് അതൊക്കെ ഞാൻ പറയുന്നത് അതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കോടതിയിൽ സമഗ്രമായി അന്വേഷിക്കട്ടെ. എൻ്റെ അഭിപ്രായം 99 മുതൽ 2025 വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം, സമഗ്രമായി അന്വേഷിക്കണം. അത് കോടതിയോട് ഞങ്ങൾ ഈ വരുന്ന ചൊവ്വാഴ്ച ബുധനാഴ്ച ആവശ്യപ്പെടും. പറയട്ടെ, ഇന്നലെയൊക്കെ ചർച്ചകളിൽ ഈ മാനുവൽ പ്രകാരം ഇത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. സത്യത്തിൽ അത് അടിസ്ഥാനമില്ല. 1935 മാനുവലാണ്, സബ് ഗ്രൂപ്പ് മാനുവലാണ്. അതൊരുപാട് കാലഹരണപ്പെട്ടു പോയി. അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു ആധുനിക സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ. പ്രത്യേകിച്ച് 2017 ഒരു ആഗോള ഉടമ്പടി ഉണ്ടായി, ഒരു മിനാമദ കൺവെൻഷൻ. അതിലൊരു മെർക്കുറിയുമായി ബന്ധപ്പെട്ടായിരുന്നു അതിൽ പ്രശ്നം. അപ്പോൾ ഈ സ്വർണം ആവരണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ മെർക്കുറി വിഷാംശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് അത് ഒരു ആഗോള ഉടമ്പടി പ്രകാരം എല്ലാ ഗവൺമെൻറ്റും അതിലേക്ക് പോകേണ്ടി വന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് തന്നെ ഉണ്ട്, അത് നിയന്ത്രിക്കണം അല്ലെങ്കിൽ അത് നിരോധിക്കണം എന്നുള്ളതാണ്. 2017 വരുന്നത്. അതിനുശേഷമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് മാറുന്നത്. മാത്രമല്ല ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അന്തിമമായ വാക്ക് മാനുവൽ നമ്മൾ പ്രകാരമാണ് പോകുന്നതെങ്കിലും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അന്തിമമായ വാക്കും അനുമതിയും അവിടുത്തെ തന്ത്രിയുടേതാണ്. തന്ത്രി കൃത്യമായ ഉത്തരവുകൾ തന്ത്രി അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഈ നമ്മളൊരു വിവാദം ഉണ്ടാക്കുന്നതിൽ പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഞാൻ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി വന്നതിന് ശേഷം കോടതിയുടെ അനുമതിയോടുകൂടി ഒരു 5 കൊടിമരമെങ്കിലും പ്ലേറ്റിങ്ങിന് വേണ്ടി
ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കോടതിയുടെ അനുമതിയോടെയാണ്. അപ്പോൾ അത്തരം വാദഗതിക്കൊന്നും ഒരു പ്രസക്തിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിൽ കുറേ ചർച്ച നടക്കുന്നു. അതാണ് ഞാൻ അങ്ങനെ പോകരുത് എന്ന് ഞാൻ പറയാൻ കാരണം. ഓക്കെ.